ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലപ്പുഴയിൽ ഒന്ന് ചൂണ്ടയിടാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഹാർബറിൽ നെത്തോലി ചാകരടിച്ചത്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു പുള്ളിക്കാരൻ ഞണ്ടിനെ പിടിച്ചു. അപ്പം നമ്മുടെ കൂടെ വന്ന അണ്ണൻ ആ ഞണ്ടിനെ കെട്ടാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലുമൊക്കെ കെട്ടി കൊടുത്തു കേട്ടോ. ഇത് ഏകദേശം 1/2 കിലോളം വരും. ഞണ്ടിന് ഏകദേശം 30,000 രൂപ അടുപ്പിച്ച് വില കിട്ടുമെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടോ. പുള്ളിക്കാരൻ എന്തായാലും ലക്കായിട്ടുള്ളൊരു സാധനം തന്നെയാണ് അടിച്ചത്. മൂത്തുക്ക് ഞണ്ട്. കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം എന്തായാലും പുള്ളിക്കാരൻ മറ്റേ കൈയും കൂടെ കെട്ടിയെടുത്ത് കേട്ടോ ഒരു വിധത്തിൽ. അങ്ങനെ പുള്ളിക്കാരൻ കെട്ടി മറ്റേ പുള്ളിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഹാർബറിലോട്ട് തന്നെ തിരിച്ചു പോയി. കാരണം ഈ ഞണ്ടിനെ കണ്ടുകൊണ്ട് നമ്മൾ ഓടി വന്നതാണ്. പിന്നെ നമ്മൾ ഹാർബറിലോട്ട് പോയി. അവിടെ നിന്ന് നെത്തോലി ചാകരയാണ്. അപ്പോൾ അതൊക്കെ കോരുന്നതൊക്കെ ഒന്ന് നമ്മൾ പോയി കാണാമെന്ന് വിചാരിച്ചിട്ടാ. ഇതൊക്കെ മുഴുവൻ ഇപ്പം വെള്ളത്തിൽ ഫ്രഷായിട്ട് പിടിച്ചുകൊണ്ട് വന്ന നെത്തോലികളാണ് കേട്ടോ. ഈ പെട്ടിയിൽ മുഴുവൻ വാരി തട്ടുന്നത്. വള്ളത്തിൽ നിന്ന് നേരെ കുട്ടയിലാക്കി പെട്ടിയിലാക്കി അവിടെ നിന്ന് നേരെ വെയിറ്റ് തൂക്കി അങ്ങോട്ടും പോകുന്ന വണ്ടിയിലോട്ടൊക്കെ ലോഡ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അവർ മുഴുവൻ. അപ്പം നമ്മൾ ഈ അണ്ണനാണ് ഇവിടെ വന്ന് ചൂണ്ടയിടാനുള്ള സാധനങ്ങളൊക്കെ ഈ താഴെ ഇന്ന് കുഞ്ഞ് പറയിക്കൊണ്ടിരിക്കുന്നത്. അവർ പെട്ടിയിലാക്കിയിട്ട് ഒരു വെയിറ്റ് നോക്കും. ഇത്ര കിലോ ആക്കിയിട്ടാണ്. എത്ര കിലോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചതുമില്ല. കിലോ കണക്കിന് കറക്റ്റ് തൂക്കം നോക്കിയിട്ടാണ് അവർ വണ്ടിയിലോട്ട് ലോഡ് ചെയ്യുന്നത് കേട്ടോ. അവനെ കല്ലില്ല പോട്ടെ പറ്റി കിട്ടും. അത്രയ്ക്ക് കാര്യമുണ്ട് അണ്ണാ. ഞാൻ കഴിക്കാത്ത മീനായിരിക്കും കൂടുതലും കിട്ടുന്നല്ലോ. അമ്മയെ ഓട്ടാരോ എന്തിനാ ബേസിലേക്കാണ് വെള്ളമൊക്കെ ഉണ്ട്. അതുപോലെ വെള്ളത്തിൽ നിന്ന് ലോഡാക്കി പെട്ടിയിലാക്കിയ സാധനങ്ങളാണ് കേട്ടോ. ആ വണ്ടിയിലോട്ടൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഐസ് വണ്ടിയുണ്ട്. ഐസ് വണ്ടിയിൽ നിന്ന് ഐസ് പെട്ടിയിലോട്ട് തട്ടുക, കോരിയിടുക, നേരെ ലോഡ് ചെയ്ത് പല പല സ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ. അതുപോലെ പെട്ടിയിലാക്കി കുങ്കിയിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് പല പല വണ്ടിക്ക് വേണ്ടിയിട്ട് അവിടെ അടുക്കി ലോഡ് ചെയ്ത് വയ്ക്കും. അതാണ് പരിപാടി. ഇതൊക്കെ കുറേ അവിടെ തറയിലൊക്കെ വീണ് കിടന്ന മീനുകളൊക്കെ കൂട്ടി വെച്ച് അവർ കച്ചവടം ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ പല പല കാഴ്ചകളാണ് ഇവിടെ. അങ്ങനെ അവിടുത്തെ കറക്കവും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് കൊരുക്കാനുള്ള കുറച്ച് കൊരുപ്പ് മീനൊക്കെ നുള്ളി പറിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ ചൂണ്ടയിടൽ പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. എത്രത്തോളം മീൻ കിട്ടുമെന്നൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ. കൊട്ട വെയിലത്ത് വന്ന് ഇടയാണ് നമ്മൾ. അങ്ങനെ കുറേ നേരം നിന്ന് വെയിൽ കാഞ്ഞതിന് ശേഷം നമ്മുടെ അണ്ണകാരു എന്നാണ് കേട്ടോ നമ്മൾ വിളിക്കുന്നത്. നമ്മളെ അണ്ണന് ഒരു വറ്റ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കഴിച്ചുകൊണ്ടായിട്ട് നമ്മളെ കൈ തളർന്നല്ല, നമുക്കൊരു തേങ്ങയും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ പരിപാടി അവിടെ കുറച്ച് നേരത്തേക്ക് വെച്ച് കെട്ടിയിട്ട് നമ്മൾ ഈ ചൂണ്ടയിടുന്നതും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കയ്യും തളർന്ന് ഒന്ന് രണ്ട് ചൂണ്ട കല്ലിൻ്റെ ഇടയിലും കൊരുത്തിട്ട് അവസാനം നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് അപ്പോഴാണ് നമ്മുടെ അണ്ണകാരൂര് നല്ലൊരു കിടിലം വറ്റ അടിച്ച് അങ്ങനെ വിളിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് ഓടിപ്പോയി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല കൈയിൻ്റെ സൈസുള്ള നല്ലൊരു വലിയൊരു വറ്റ തന്നെയാണ് അടിച്ച് കേട്ടോ. അപ്പോൾ നമ്മളെ ഇത്രയും നേരം പിടിച്ചതിൽ ഹയസ്റ്റ് ആയിട്ടുള്ളൊരു അടിയായിരുന്നു ഈ സാധനം എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും വന്നതിന് ഒരു വർത്തുണ്ടായി. പിന്നെയും പഴയ ഊർജ്ജത്തിലോട്ട് നമ്മൾ കടന്നു കേട്ടോ. പിന്നെ അവസാനം നമ്മളും അവിടെ തന്നെ കഴിച്ചുകൊണ്ട് എറിയാൻ തുടങ്ങി. പക്ഷേ നമുക്കപ്പോഴും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ട് എറിഞ്ഞിരുന്നിട്ട് പുള്ളിക്കാരൻ ചൂണ്ടിടുന്ന ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ടാ. നല്ല രസം. നേരം വൈകുന്നേരമായി, ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ 3 മണിക്ക് സമയം ആയി. വിശപ്പും ഉണ്ട്. പക്ഷേ നമ്മൾ മീനിടലുകൾ ചൂണ്ടയിടൽ നമ്മളിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ നീട്ടി വീശലുകൾക്ക് ശേഷം പിന്നെയും നമ്മുടെ അണ്ണന് വേറൊരു വറ്റയും കൂടെ അടിച്ചായിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടെ സൈസ് ചെറുതാണ്, കുറച്ചൊന്നല്ല അത്യാവശ്യം നല്ല ചെറുതാണ്. ആദ്യം അടിച്ചതിനേക്കാളും വലുതാണ്, രണ്ടാമത് അടിച്ചതിനേക്കാളും ചെറുതാണ്. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ മൊത്തം 3 മീനാണ് നമുക്ക് ഇപ്പോൾ അടിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ നാലാമത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ചെറുതാണ് കേട്ടോ, ചെറിയ ഒറ്റ. നേരത്തെ അടിച്ചതിനേക്കാളും കുറച്ചുകൂടെ സൈസ് ചെറുതാണ് അടിച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തം 4 മീനായിട്ടുണ്ട് നമ്മുടെ ഹിസ്റ്ററി ബുക്കിലോട്ട്, നമ്മുടെ കവറിലോട്ട്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഇപ്പോഴും കാര്യമായ മീനുകളൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ആ കിട്ടിയ 4 മീനും വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ സൂര്യാസ്തമയം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നൊരിക്കൽ ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് ഇങ്ങനെ ഇവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശ്രമം തുടരുന്നു, പക്ഷേ മീനുകളൊന്നും അങ്ങോട്ട് മാട്ടുന്നില്ല കേട്ടോ. അപ്പം കുറച്ച് നേരം കൂടെ നമ്മൾ നോക്കിയിട്ട് വിടാമെന്നുള്ള തീരുമാനത്തിലാണ്. അങ്ങനെ നമ്മൾ ചൂണ്ട എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൂണ്ടയുള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ടാ. എറിഞ്ഞെറിഞ്ഞ് കയ്യിൽ തഴമ്പ് വന്ന്, പക്ഷേ മീനൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ പരിപാടി വെച്ച് കെട്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ കാഴ്ചക്കാരായിട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഏകദേശം നമ്മൾ 1 മണിക്കൂറിലൂടെ നോക്കി, നമുക്കൊരു തേങ്ങയും കിട്ടിയില്ല. അങ്ങനെ അവസാനം ഉള്ളയും പറക്കിക്കൊണ്ട് വീട്ടിലോട്ട് വന്നു. ഇതാണ് ഇപ്പം നമുക്ക് ആകെ കിട്ടിയ സമ്പാദ്യം എന്ന് പറയുന്നത്. ഉള്ളയിൽ നമുക്ക് മുതലായ ഒരു ഐറ്റം ഈ ഒരു സാധനമാണ്. കൈനേക്കാളും ഒരു വലിപ്പമുള്ള സാധനം. ബാക്കി 4 കുഞ്ഞു മീനുകൾ. അപ്പോൾ അത് ഇന്ന് പൊരിച്ചടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഓക്കെ, ബൈ. നാളെ കാണാം, അടുത്ത വീഡിയോ കാണാം, എന്നെങ്കിലും കാണാം.